ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മളിവിടെ റെഡിയാക്കാൻ പോകുന്നത് ചിക്കൻ കേസിഡിയാസ് ആണ്. കേസിഡിയാസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇതൊരു മെക്സിക്കൻ ഗ്രിൽ ചിക്കൻ റാപ്പാണ്. ഗ്രിൽ ചിക്കൻ സാൻഡ്വിച്ച് ഇതുപോലെ ഫ്ലാറ്റ് ആയിട്ട് ഗ്രില്ല് ചെയ്ത് എടുക്കുന്ന സാൻഡ്വിച്ച് റാപ്പ്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. കേസിഡിയാസ് മിക്കപ്പോഴും പല ഫില്ലിങ്സ് ഉണ്ട്. അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ചീസാണ്. മെൽറ്റഡ് ചീസ് ഉണ്ടാവണം. പിന്നെ വെജിറ്റേറിയൻ ഐറ്റം ആണെങ്കിൽ ഇത് മഷ്റൂം, ഓലിവ്, ടൊമാറ്റോസ്, സവാള, സ്പിനച്ച്, ക്യാപ്സിക്കം ഇതൊക്കെ യൂസ് ചെയ്യാം. ഇന്ന് പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റെ ഫേവറേറ്റ് ചിക്കൻ കേസരിയാണ്. അതിനുവേണ്ടി റാപ്പിന് യൂസ് ചെയ്യുന്നത് ടോർട്ടിയ എന്ന് പറയുന്ന റാപ്പാണ്. അത് ഫ്ലവർ വെച്ചിട്ടുള്ളത് കൊണ്ട് കോൺ വെച്ചിട്ടുണ്ടാക്കുന്നതുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് ഫ്ലവർ വെച്ചിട്ടുണ്ടാക്കുന്ന സോഫ്റ്റ് ടോർട്ടിയാണ്. ഇനി ടോർട്ടിയ ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട, ഇത് നമുക്ക് ചപ്പാത്തി വെച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ. മൈദ വെച്ചിട്ട് ചപ്പാത്തി പോലെ പരത്തി ഉണ്ടാക്കിയിട്ട് അതും യൂസ് ചെയ്യാം. അല്ലെങ്കിൽ സാധാരണ ആട്ട വെച്ചിട്ട് ഉണ്ടാക്കുന്ന വലിയ ചപ്പാത്തി യൂസ് ചെയ്തിട്ട് ഇത് ഉണ്ടാക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഒരു ബോൺലെസ് ചിക്കൻ 300 ഗ്രാമാണ്. ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരുപാട് എരിവ് വേണ്ട. പിന്നെ 2 ടീസ്പൂൺ ഓണിയൻ പൗഡറും 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡറും ഈ റെസിപ്പിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ വേറെ 2 ടീസ്പൂൺ മിൻസ് ചെയ്ത വെളുത്തുള്ളിയും കൂടി യൂസ് ചെയ്യുന്നുണ്ട്, ഫ്രഷ് ആയിട്ടുള്ള വെളുത്തുള്ളി. ഇനി ഓണിയൻ പൗഡറും ഗാർലിക് പൗഡറും ഇല്ലാത്തവർ വിഷമിക്കേണ്ട. അതിന് പകരം 3 ടീസ്പൂൺ ചതച്ച ഉള്ളിയും 3 ടീസ്പൂൺ ചതച്ച വെളുത്തുള്ളിയും കൂടി യൂസ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇതിനു വേണ്ടി 1.5 ടേബിൾ സ്പൂൺ നാരങ്ങനീര് ഫ്രഷ് ആയിട്ട് എടുത്തത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ചേർത്ത് നമുക്ക് ആ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. ഒരു അരമണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഫില്ലിങ്ങിന് വേണ്ടി ബാക്കി ആവശ്യമുള്ളത് ഒരു വലിയ സവാള. ഇവിടെ വൈറ്റ് ഓണിയൻ യൂസ് ചെയ്യുന്നത്, അതില്ലെങ്കിൽ സാധാരണ സവാള യൂസ് ചെയ്താൽ മതി. പിന്നെ 1/4 കപ്പ് റെഡ് ക്യാപ്സിക്കം ചെറുതായി ഇതുപോലെ ഡൈസ് ചെയ്തതും 1/4 കപ്പ് ഗ്രീൻ ക്യാപ്സിക്കം ചെറുതായി ഡൈസ് ചെയ്തത്. റെഡ് ക്യാപ്സിക്കം കിട്ടാനില്ലെങ്കിൽ ഗ്രീൻ ക്യാപ്സിക്കം തന്നെ യൂസ് ചെയ്യാം. പക്ഷേ ഈ ഒരു കോമ്പിനേഷനാണ് ആ കേസരിയുടെ കറക്റ്റ് ഫ്ലേവർ കിട്ടാനുള്ളത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ചീസ് വേണം. ചീസ് ഗ്രേറ്റഡ് ചെഡർ ചീസ് യൂസ് ചെയ്യാം. ഇതില്ലെങ്കിൽ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന സാൻഡ്വിച്ച് ചീസ് സ്ലൈസസ് ഇല്ലേ, അതൊന്ന് കട്ട് ചെയ്ത് യൂസ് ചെയ്താലും മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടറും 1 ടേബിൾ സ്പൂൺ ഓലിവ് ഓയിലും വേണം. ഈ ഓരോ ടേബിൾ സ്പൂൺ വീതം ഓലിവ് ഓയിലും ബട്ടറും ഞാനിവിടെ ചീനച്ചട്ടിയിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇരുമ്പിൻ്റെ വലിയ ചീനച്ചട്ടിയിലാണ് ഇടുന്നത്. ചിക്കൻ കുക്ക് ചെയ്യാൻ ഇത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതിൽ ബട്ടർ ഒന്ന് മെൽറ്റ് ആയതിന് ശേഷം നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ടോസ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. 1-2 മിനിറ്റ് എടുക്കുള്ളൂ, കാരണം ചിക്കൻ വളരെ ചെറിയ പീസായിട്ട് ഇതുപോലെ ക്യൂബ്സ് ആക്കിയൊക്കെയല്ലേ. ഒന്ന് ആയി വരുമ്പോൾ ടെൻഡർ ആയി വരുമ്പോൾ നമുക്ക് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു പീസ് ഒന്ന് നോക്കിയാൽ മതി. ഇത് ഫ്രൈ ആയി റെഡി ആയാൽ ഇത് മാറ്റി വയ്ക്കാം. ഒരുപാട് മൊരിയൊന്നും വേണ്ട കേട്ടോ, ഒന്ന് ടെൻഡർ ആയാൽ മതി. ബാക്കി ചീനിച്ചട്ടിൽ 1 ടേബിൾ സ്പൂണും കൂടി ഓയിൽ ഒഴിച്ച് ഇതിലേക്ക് 1 ടീസ്പൂൺ മിൻസ്ഡ് ഗാർലിക് ആഡ് ചെയ്യാം. കുത്തിയരിഞ്ഞ വെളുത്തുള്ളി ഇതൊന്ന് വഴിച്ചെടുത്താൽ മതി, ബ്രൗൺ ആയി പോകരുത്. എന്നിട്ട് അതിലേക്ക് ആ വലിയ സവാള ചോപ്പ് ചെയ്തത് ആഡ് ചെയ്യാം. കേസരിക്ക് വൈറ്റ് ഓണിയൻ ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ കയ്യിൽ അത് കിട്ടാനില്ലെങ്കിൽ സവാള മതി, വലിയൊരു സവാള. നന്നായി ചെറിയതായിട്ട് കൊത്തിയരിഞ്ഞതായിരിക്കണം കേട്ടോ. ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായി സോഫ്റ്റ് ആവണം. സവാള സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് റെഡ് ക്യാപ്സിക്കവും ഗ്രീൻ ക്യാപ്സിക്കവും കൂടി ചേർത്ത് കൊടുക്കാം. റെഡ് ക്യാപ്സിക്കം കൂടുതലാണ് കേസരിയുടെ ഫ്ലേവറിന് നല്ലത്. റെഡ് ക്യാപ്സിക്കം കിട്ടാനില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഗ്രീൻ ക്യാപ്സിക്കം യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ഈ ക്യാപ്സിക്കം ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് നേരം കുക്ക് ചെയ്യണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് ടെൻഡർ ആയാൽ മതി. കൂടുതൽ നേരം കുക്ക് ചെയ്ത് അത് വല്ലാണ്ട് സോഫ്റ്റ് ആയി പോകരുത്. ഇനി ഇവിടെ വലിയ ചപ്പാത്തിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഞാനിവിടെ ടോർട്ടിയാണ് യൂസ് ചെയ്യുന്നത്. വലിയ ചപ്പാത്തി ആണെങ്കിൽ ഒരു സൈഡ് ഇതുപോലെ ഓലിവ് ഓയിൽ വെച്ചിട്ട് പതുക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം, ഒരു സൈഡ്. എന്നിട്ട് നമുക്ക് ഗ്രിൽ പാന് ചൂടായിക്കൊണ്ടിരിക്കുന്ന ഗ്രിൽ പാനിലേക്ക് ആ ഓയിൽ ചെയ്ത സൈഡ് താഴത്തേക്ക് ഇട്ട് കൊടുക്കാം.
ഫ്ലെയിം ലോ ആയിരിക്കണം. ഇതിലേക്ക് ആദ്യം ഒരു ലെയർ തിന്നായിട്ട് ലെയർ ചീസ് ഇട്ട് കൊടുക്കാം. പിന്നെ ചിക്കൻ്റെ ഒരു ലെയർ, ഒരുപാട് കട്ടി പാടില്ല. പിന്നെ ആ ക്യാപ്സിക്കത്തിൻ്റെ ഒരു ലെയർ, വീണ്ടും ഒരു ചീസിൻ്റെ ലെയർ. എന്നിട്ട് റാപ്പ് ഒന്ന് ഇതുപോലെ മടക്കി കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ലോ ആയിരിക്കണം. കുറച്ച് നേരം ഒന്ന് ഗ്രില്ല് ചെയ്ത് ഈ ഒരു സൈഡ് ഗ്രില്ല് ചെയ്യുമ്പോൾ ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ചീസ് മെൽറ്റ് ചെയ്ത് സാൻഡ്വിച്ച് ഇങ്ങനെ അമങ്ങി കിട്ടും. കുറച്ച് നേരം കഴിയുമ്പോൾ സൈഡ് ഒന്ന് മാറി കൊടുക്കണം. കൂടുതൽ നേരം ചെയ്യരുത്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. മറ്റേ സൈഡ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം, ചീസ് മുഴുവൻ മെൽറ്റ് ചെയ്യണ വരെ. ഇതുപോലെ ഗ്രിൽ പാൻ ആണെങ്കിൽ നല്ല ഗ്രിൽ മാർക്സ് കിട്ടും. ഇതുപോലത്തെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു സാധാരണ ഫ്രൈങ് പാനിൽ ഈ ഗ്രിൽ മാർക്ക് കിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ ഫില്ലിങ് ആഡ് ചെയ്യുമ്പോൾ കൂടുതൽ ഫില്ലിങ് ആഡ് ചെയ്ത് ഓരോ ലെയർ വളരെ തിന്നായിട്ട് എല്ലായിടത്തും ആവണ രീതിയിൽ ഇട്ട് കൊടുത്താൽ മതി. ചീസ്, ചിക്കൻ, ക്യാപ്സിക്കം, സവാള, പിന്നെയും ചീസ്. ഇതുപോലെ തന്നെ എല്ലാ quesadillasഉം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഓരോ സൈഡ് ഒലിവ് ഓയിൽ വെച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ എന്നിട്ട് ഇത് 3 പീസായിട്ട് ഇതുപോലെ ട്രയാങ്കിൾ ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് സെർവ് ചെയ്തത്. നല്ല ചൂടോടുകൂടി ഒന്ന് സെർവ് ചെയ്ത് നോക്ക്. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്താൽ വിവരം അറിയിക്കണം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ഒരുപാട് റെസിപ്പീസ് വരാനുണ്ട്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തൊരു ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ ബെൽ ഐക്കോൺ ഒന്ന് പ്രസ് ചെയ്യണം, എന്നാലേ പുതിയ അപ്ഡേറ്റ്സ് വരുള്ളൂ. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.